ഒരു 4-5 വയസ്സായ ഒരു കുട്ടി, പെൺകുട്ടിയാവാം ആൺകുട്ടിയാവാം. അപ്പം അത് സാഹചര്യം ശ്രദ്ധിക്കണം. ഈ കുട്ടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ തിരക്കിലാണ്, അമ്മ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അമ്മയില്ല, ഇമോഷണലി ആബ്സെൻ്റ് ആണ്. അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ പ്രസൻറ്റേ അല്ല വീട്ടിൽ. അച്ഛൻ ചിലപ്പോൾ ഫ്രണ്ട്സിനോട് പോകുമായിരിക്കും, കള്ളു കുടിക്കാൻ പോയിട്ടുണ്ടാവാം. അപ്പം ഒരു അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഏത് വേണോ ആവാം, നല്ലതല്ലാത്ത സിറ്റുവേഷൻ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു അച്ഛൻ. അതായത് അച്ഛൻ എപ്പം വരും, എപ്പം ദേഷ്യം കാണിക്കും, ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു വീട്ടിലെ സിറ്റുവേഷൻ. 4-5 വയസ്സേ പ്രായമുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും ഈ കുഞ്ഞിൻ്റെ, ഈ 4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സുള്ള ഈ കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റം എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? സേഫ് ആയിട്ടായിരിക്കും? അല്ല, അല്ലേ? അത് അൺസേഫ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് സേഫ്റ്റി ഇല്ലായ്മയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം സേഫ്റ്റി അല്ല, മറിച്ച് ഡേഞ്ചർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സിറ്റുവേഷൻ എപ്പോൾ വേണോ മാറാം. അച്ഛൻ ദേഷ്യപ്പെടാം, അച്ഛൻ വന്ന് വഴക്കുണ്ടാക്കാം, അമ്മ കരയാം, അമ്മ തിരിച്ച് വഴക്കുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ അൺസേഫ്റ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്നുകൊണ്ട് കുട്ടിയുടെ 4 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സോ ഉള്ള ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ബിലീഫ് സിസ്റ്റം എന്തായിരിക്കും? ഇതിൻ്റെ ആദ്യമായിട്ടുണ്ടാവുന്ന വിശ്വാസം എന്താണെന്നറിയോ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഞാനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. ഒരുപക്ഷെ അമ്മ ചിലപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറയുമായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ പോലും കുട്ടിയുടെ ബിലീഫ് തോന്നുന്നതാണ്. ഇതെല്ലാം സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്, ഞാനാണ് പ്രശ്നം. അങ്ങനെ ഒരു ബിലീഫാണ് ഉണ്ടാവുന്നത് ആദ്യം. രണ്ടാമതുണ്ടാവുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു സേഫ് പ്ലേസേ അല്ല, അത് നമ്മൾ സ്നേഹിക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബിലീഫ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഈ ബിലീഫ് സിസ്റ്റംസ് എല്ലാം ഈ കുട്ടിയുടെ മനസ്സിൽ 4-5 വയസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഈ 4 വയസ്സുള്ള 5 വയസ്സുള്ള പെൺകുട്ടിയുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഈ ബിലീഫ് സിസ്റ്റത്തിന്റെ റിയാക്ഷൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഞാൻ സേഫ് അല്ല എന്ന് ഫീൽ ചെയ്യുന്ന ഒരു കുട്ടിയുടെ റിയാക്ഷൻ. അപ്പോൾ ഈ കുട്ടിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ഇമോഷൻ എന്തായിരിക്കും? ഞാൻ ആദ്യം പെൺകുട്ടിയുടെ കാര്യം പറയാം, എന്നിട്ട് നമുക്ക് ആൺകുട്ടിയുടെ കാര്യങ്ങളിലേക്ക് പോകാം. എന്തിനാണ് ഇത്രയും വലിയൊരു ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു? അത് റിലേഷൻഷിപ്പിലാവാം, അതൊരു പാർട്ട്ണർ അടുത്ത്, അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ അടുത്താവാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്താവാം. എന്തുകൊണ്ടാണ് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ആൺകുട്ടികൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ഓക്കെ, മെൻ ആർ ഫ്രം മാൾസ്, വിമൻ ആർ ഫ്രം വീനസ്. അപ്പൊ ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ലിറ്റിൽ ഗേള് എന്തായിരിക്കും ഭയപ്പെടുമ്പോൾ ആദ്യം ചെയ്യുന്ന റിയാക്ഷൻ? ഭയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എന്നെ വിട്ടു പോവല്ലേ, എനിക്ക് പേടിയാണ്. കണ്ടിട്ടില്ലേ, കുട്ടികൾ ക്ലിങ് ആവുന്നു അമ്മയുടെ അടുത്ത്, അമ്മ പോവല്ലേ എന്ന് പറയുന്നു. അതായത് അമ്മ ദൂരേക്ക് പോകുമ്പോൾ ഇവർക്ക് ടെൻഷൻ ആവുന്നു. ഇത് ഇവരുടെ വളർന്നു വരുന്ന എല്ലാ റിലേഷൻഷിപ്പിലേക്കും, ഇവരുടെ പാർട്ട്ണർ ദൂരേക്ക് പോകുമ്പോഴും, അല്ലെങ്കിൽ ഇനി അവരുടെ വീട്ടിലുള്ള ആൾക്കാർ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പോലും പോയി കഴിഞ്ഞാൽ ഇതേ റിയാക്ഷൻ ആയിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ സേഫ്റ്റി ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാവുന്ന റിയാക്ഷനാണത്. ഓക്കെ, സെപ്പറേഷൻ വരുമ്പോൾ ആങ്സൈറ്റി വരുന്നു. അപ്പോൾ ഇനി അടുത്തത്, ഈ പറയുന്ന ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന മാറ്റി നമുക്കൊരു ലിറ്റിൽ ബോയിയെ വെക്കാം. ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരാളിനോട് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവന്റെ ഇമോഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് എപ്പോഴും ഉണ്ടാവുന്ന ഇമോഷൻ ഫിയർ ആണ്. പക്ഷെ വലുതാവുമ്പോൾ അതിനകത്തൊരു കാര്യം കൂടി ആഡ് ഓൺ ആവും. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പൊ ഈ ഫിയറിനകത്ത് നിന്നുകൊണ്ട് എവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ വലുതാണ്, നീ അതുകൊണ്ട് എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എടുക്കണം, ബി സ്ട്രോങ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആൺകുട്ടികൾക്ക്. ലിറ്റിൽ ബോയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ലിറ്റിൽ ബോയ്ക്ക് നീ സ്ട്രോങ് ആവണം. അതായത് അമ്മ ചിലപ്പോൾ പറയും, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, അതുകൊണ്ട് നീയെങ്കിലും നാളെ വലുതായിട്ട് വേണം എന്നെ പാരന്റ് ചെയ്യാൻ എന്ന് പറയും ചിലപ്പോൾ. അല്ലെങ്കിൽ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആൺ രൂപം ആക്കി അവനെ വളർത്തും. അപ്പൊ അമ്മ വിഷമിക്കുന്നു, അപ്പൊ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യണം. ഈ സാധനങ്ങളെല്ലാം ഈ കുഞ്ഞു ബോയുടെ മനസ്സിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ അവിടെ 2 ഇമോഷൻസ് ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പെൺകുട്ടികൾക്ക് ഫിയർ എന്ന് പറഞ്ഞ പോലെ ആൺകുട്ടികൾക്ക് ഫിയറും ഉണ്ടാവും, പ്ലസ് ആൺകുട്ടികൾക്ക് ഒരു ഇമോഷനും കൂടി ഉണ്ടാവും, നാണക്കേട് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ടാവും, ഷെയിം. ഏത് വലുതായ ആൺകുട്ടിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഹേർട്ട് ചെയ്ത ഒരു ഇമോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നാണക്കേട് തന്നെയാണ്, അല്ലെങ്കിൽ നാണം കെട്ടത് തന്നെയാണ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ആൺകുട്ടികളുടെ ഇതിനകത്ത് ഇമോഷൻസിനകത്ത് ഫിയറും ഉണ്ട്, അതിൻ്റെ ഏറ്റവും കൂടുതൽ വരുന്ന ഷെയിമും ഉണ്ട്, നാണക്കേടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കൂ, വലുതായി കഴിഞ്ഞാൽ പുരുഷനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നാണം കെടുത്തിയാൽ മതി. അതൊരു വലിയ ചലഞ്ചാണ് അവന്. ചിലപ്പോൾ ഒരു പ്രണയിനി നാണം കെടുത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ നിന്നെക്കാളും ബെറ്റർ ഓപ്ഷൻ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ
അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഞാൻ സക്സസ്ഫുൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അച്ഛനും അമ്മയും നാണം കെടുത്തിയാലും പോകും, സമൂഹം നാണം കെടുത്തിയാലും പോകും, സുഹൃത്തുക്കൾ നാണം കെടുത്തിയാലും പോകും. അപ്പോൾ പുരുഷനെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു ഇമോഷനും നാണക്കേട് തന്നെയാണ്. ഒരുപക്ഷെ നാണക്കേടാവും നാളത്തെ അവൻ്റെ സക്സസ് സ്റ്റോറി. അതിൻ്റെ പിന്നിൽ ഒരാളുണ്ടാവും. പല ബുക്സിൽ ഞാൻ വായിച്ചിട്ടുള്ള, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്, പുരുഷന്റെ നാണക്കേടിന് പിന്നിൽ, പുരുഷന്റെ സക്സസ്ഫുൾ സ്റ്റോറിക്ക് പിന്നിൽ ഒരു നാണക്കേട് ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഉണ്ടാവാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി പെൺകുട്ടിയുടെ ഭയം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സിറ്റുവേഷൻസ്, അതായത് നീ പെൺകുട്ടിയാണ്, നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങോട്ട് പോവരുത്, ഒറ്റയ്ക്ക് പോവരുത്, നിന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കും ഒറ്റയ്ക്ക് പോയാൽ, ഇതെല്ലാം പെൺകുട്ടിയുടെ ഭയത്തിന് കൂട്ടുന്ന കാര്യമാണ്. ആലോചിച്ചോ, ഈ 4 വയസ്സ് 5 വയസ്സ് ആൺകുട്ടിയുടെ ഷെയിമിനെയും അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ഫിയറിനെയും കൂട്ടുന്ന ഘടകങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ പെൺകുട്ടി എന്തായിരിക്കും ചെയ്യുന്നത്? ഇപ്പം അമ്മയുടെ അടുത്ത് പറയും, അമ്മ എന്നെ ഇട്ടിട്ട് പോവല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ വലുതായി കഴിഞ്ഞാലും അവളുടെ അടുത്ത് നിന്ന് ആൾക്കാർ പോവാനായിട്ട് അവൾ സമ്മതിക്കില്ല. അപ്പോൾ അവളുടെ നെർവസ് സിസ്റ്റം സേഫ്റ്റി ഫീൽ ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൾ കാണിക്കും, അവൾ കുറേ ഡ്രാമാസ് കളിക്കും. ഓക്കെ, ഇനി ഈ പെൺകുട്ടിക്ക് ലൈഫിൽ ഒരു പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രണയത്തിനൊരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലൊരു പ്രശ്നം, ഒരു ഫ്രണ്ട്ഷിപ്പിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ ഫിയർ എങ്ങനെയാണ് ഒരു റിയാക്ഷൻ ആവുന്നതെന്ന് അറിയാവോ? അവർ ഓവർ തിങ്ക് ചെയ്യും. അൺനെസസറിയും വേണ്ടാത്തതും വേണ്ടതും എല്ലാം അവർ ഓവർ തിങ്ക് ചെയ്യും. അവർ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്കൊക്കെ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതായത് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും എല്ലാം എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായി? നമുക്കൊരു കുറ്റബോധമാണ്. എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നൊരു തെറ്റായിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. പിന്നെ പാനിക് അറ്റാക്ക് വരാം, പിന്നെ ആങ്സൈറ്റി വരാം, പിന്നെ പാനിക് ടെക്സ്റ്റിംഗ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ആരെങ്കിലും നമ്മൾ അബാൻഡൻ ചെയ്ത് ഉപേക്ഷിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 പുറത്ത് കവിയാത്ത എസ് അങ്ങോട്ട് പോകും, ഒരാവശ്യമില്ലാതെ. അവരത് വായിക്കോ ഇല്ലേന്ന് പോലും നമുക്കറിയില്ല. ബട്ട് ആ പാനിക് ടെക്സ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വരും. കാരണം ഫിയർ ആണ്, അല്ലെങ്കിൽ എനിക്ക് സേഫ് അല്ല, ഐ എം നോട്ട് സേഫ്. അപ്പൊ ഞാൻ എന്നെ തന്നെ അങ്ങനത്തെ ഒരു രീതിയിലൊരു റിയാക്ഷനാണ് നോർമലി കാണിക്കുന്നത് പെൺകുട്ടികൾ. അവരുടെ നെർവസ് സിസ്റ്റം സേഫ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് അവർക്ക് കാണിച്ചേ പറ്റും. ഇത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? കുഞ്ഞിലെ തൊട്ട് തുടങ്ങിയ സാധനങ്ങളാണ്. മനസ്സിലായി? ആ സേഫ്റ്റി ഫീലാണ് വലുതായപ്പോൾ ഈ റിയാക്ഷൻസിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അവരിപ്പോ ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ പെൺകുട്ടി ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ആൺകുട്ടി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അതായത് അവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഒരു സേഫ് അല്ല എന്ന് അവർ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, അവർക്ക് ഷെയിമാണ്. ഞാൻ പറഞ്ഞില്ലേ, നാണക്കേടാണ് തോന്നണം. അയ്യേ ഭയങ്കര നാണക്കേടാണ്, എല്ലാവരും അറിഞ്ഞോ എന്നുള്ള നാണക്കേടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തോൽവിയാണെന്നുള്ള നാണക്കേടായിരിക്കും, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള സാധനമായിരിക്കും. കാരണം നീ സ്ട്രോങ് ആവണം, ഇതാണ് നമ്മളുടെ സാധനം. മനസ്സിലായില്ല? അപ്പൊ അതിൽ നിന്ന് ആ നാണക്കേട് വരുമ്പോൾ ചിലപ്പോൾ മിക്കപ്പോഴും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ നാണക്കേട് വരുമ്പോൾ നോർമലി നമ്മൾ നാണം കെട്ട ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നാണം കെട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നെഞ്ചു പിരിച്ച് മറ്റുള്ളവരെ മുമ്പ് പോയി നിൽക്കുമോ? ഇല്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ പതുക്കെ വിഡ്രോ ചെയ്യും, അല്ലേ? നമ്മൾ ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് പോകും. നമുക്ക് നാണക്കേട് വന്നു കഴിഞ്ഞാൽ സങ്കടം, നാണക്കേടിനും കാലും ഉള്ളിൽ ആ സങ്കടമാണ് വരുന്നത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ടും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കും, ഐസൊലേറ്റ് ചെയ്യും നമ്മളെ തന്നെ. പിന്നെ എനിക്ക് സേഫ്റ്റി വേണം, അതുകൊണ്ട് എന്നെ ആരും നോക്കരുത്. അതാണ് അതിന്റെ പിന്നിൽ. എൻ്റെ മുറിവുകൾ ആരും കാണരുത്, എൻ്റെ സങ്കടം കാണരുത്, എൻ്റെ കരച്ചിൽ കാണരുത്. കാരണം കരയാൻ പാടില്ല, യു ആർ സ്ട്രോങ്. അപ്പോൾ എന്ത് ചെയ്യും? ഷട്ട് ഡൗൺ ചെയ്യും. ഞാൻ എന്നിലേക്ക് തന്നെ അങ്ങ് ഒതുങ്ങും, എല്ലാവരും അവോയ്ഡ് ചെയ്യും. അതായത് ഗേൾ ഫ്രണ്ട് വിളിച്ചാലും ഫോൺ എടുക്കില്ല, ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല, അബ്സ്കൗണ്ട് ചെയ്യും, ആ സ്ഥലത്ത് നിന്ന് അങ്ങ് പോകും. മനസ്സിലായില്ലേ? ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്പായിരിക്കും, എന്ത് പറഞ്ഞാലും നോ റിയാക്ഷൻ, ഗോയിങ് നമ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അപ്പൊ ഇതാണ് പുരുഷൻ വലുതായി കഴിഞ്ഞാൽ, ആ 4 വയസ്സിൽ നിന്ന് വലുതായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന റിയാക്ഷൻസ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ, ഒരു റിലേഷൻഷിപ്പിനകത്തെ നമ്മള് മിക്കപ്പോഴും പുരുഷൻ ഇങ്ങനെയല്ലേ? നിങ്ങളൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകളൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പുരുഷൻ ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിഫെൻസീവ് മോഡ് എടുത്തളയും, എല്ലാം നിന്നെ കാരണമാണ് എന്നുള്ളൊരു സാധനം. ഇതെല്ലാം വന്നത് ആ പഴയ മുറിയിൽ നിന്നാണ്. അപ്പൊ ഇനി എനിക്ക് ഏറ്റവും ഈ പാർട്ടൊന്നുമല്ല എന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു കാര്യം, അതായത് എന്താണ് ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നത്? ഇങ്ങനെ ഫിയർഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ട്രിഗർ എന്താണെന്ന് അറിയാമോ? അതായത് ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പുരുഷൻ കാണിക്കുന്ന ഒരു അൺസർട്ടനിറ്റി. അവളിപ്പോൾ ചിലപ്പോൾ ഒരു പ്രണയത്തിലായിരിക്കാം,
അല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിച്ചുകൂടെ ഒരു അൺസർട്ടൺ ആണ്. അതായത് 2 ദിവസം സ്നേഹം കാണിക്കുന്നു, 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അറിഞ്ഞുകൂടെ എന്താണെന്ന്. 2 ദിവസം വിളിച്ച് സംസാരിക്കുന്നു, 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു വിവരവും ഇല്ല. അൺസർട്ടനിറ്റി ഏറ്റവും കൂടുതൽ സ്ത്രീയെ ട്രിഗർ ചെയ്യും. അവർക്കത് ഭയങ്കരമായിട്ട് സേഫ്റ്റി ഇല്ല എന്നുള്ളൊരു ഫീലിലേക്ക് പോകും. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പുരുഷന്റെ റിയാക്ഷൻ ആണ് സൈലൻസ് എന്ന് പറയുന്ന ഒരു സാധനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിഡ്രോവലാണ്. പക്ഷെ ആ വിഡ്രോവൽ സ്ത്രീയെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. നിങ്ങളുടെ ഹസ്ബൻഡ് 2-3 ദിവസം സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, എന്തുമാത്രം ഓവർ തിങ്ക് ചെയ്യും. ആലോചിച്ച് നോക്ക്, എന്ത് പറ്റി, പുതിയ കഥ, പുതിയതായിട്ട് ആരെങ്കിലും ഓഫീസ് ജോയിൻ ചെയ്തോ, ഫോണ് ഇനി പുതിയതായിട്ട് ആരെങ്കിലും വിളിക്കുന്നോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും, ഇല്ലേ? അപ്പം നമ്മളുടെ ട്രിഗേഴ്സ് ഇതൊക്കെയാണ്, അതായത് സ്ത്രീകളുടെ ട്രിഗേഴ്സ് ഇതൊക്കെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ട്രിഗർ എന്താണെന്നറിയോ? ഡിസ്റ്റന്റ്. അവര് കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ് നമ്മുടെ അടുത്ത്, പഴയതുപോലെ സ്നേഹം കാണിക്കണില്ല. അങ്ങനത്തെയൊക്കെ ഒരു കാര്യം വരുമ്പോൾ ഇത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. അപ്പോൾ പുരുഷന്മാരെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെയാണ് നിങ്ങളുടെ പാർട്ട്ണറിന് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് നിങ്ങൾ അൺസർട്ടനിറ്റി കാണിക്കുമ്പോൾ, നിങ്ങൾ ഡിസ്റ്റൻസ് കാണിക്കുമ്പോൾ, നിങ്ങൾ സൈലൻസ് കാണിക്കുമ്പോൾ അവർക്ക് അത് സേഫായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. അതിനാണ് അവർ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഇത് സ്ത്രീയെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതുപോലൊരു കാര്യം പുരുഷനും ഉണ്ടല്ലോ ട്രിഗർ ചെയ്യുന്നത്, അല്ലേ? അതെന്തൊക്കെയാണ്? നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിന്റെ അടുത്തോ, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്തോ നിങ്ങളൊന്ന് നല്ലോണം ഒരു പുരുഷനെ നിങ്ങൾ പ്രഷറൈസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, മറ്റേത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഇങ്ങനത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് റിയാക്ഷൻ അറിയാം? അപ്പ ദേഷ്യം വരും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിഗറാണ്. പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇനി എന്നത് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ ടീച്ചറിന് ഓർമ്മ വരും, അല്ലെങ്കിൽ അമ്മയുടെ ആ കൺട്രോളിങ് ബിഹേവിയർ ഒക്കെ ചിലപ്പോൾ ഓർമ്മ വരും. ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും പുരുഷന് കൊടുക്കാൻ പാടില്ല. രണ്ടാമത് കൊടുക്കാൻ പാടില്ലാത്ത എന്താണെന്നറിയോ? ക്രിറ്റിസിസം. നമ്മുടെ പാർട്ട്ണറിന് ചിലപ്പോൾ അത്ര കഴിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഏത് നേരവും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ക്രിറ്റിസിസം ഒരെണ്ണം പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഒരു പുരുഷന്. കാരണം എന്താണ്? ഞാൻ സ്ട്രോങ് ആണ്, ഐ ഷുഡ് ബി സ്ട്രോങ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആലോചിച്ചു. ക്രിറ്റിസിസം എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ ട്രിഗർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ട്രിഗർ എന്താണെന്നറിയാമോ? നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഭയങ്കര, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും, ഇന്നിങ്ങനെ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ചെയ്യുമായിരിക്കും. ഈ എക്സ്പെക്ടേഷൻ, എന്താ എന്നെ വിളിക്കാത്തത്, എന്നെ വിളിക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എന്തുകൊണ്ട്? ഈ എക്സ്പെക്ടേഷൻസ് ആണ് ട്രിഗർ. അപ്പൊ മനസ്സിലായില്ലേ എവിടെ നിന്നായി ട്രിഗർ വരുന്നത്, എന്തുകൊണ്ട് ട്രിഗർ ചെയ്യപ്പെടുന്നു എന്നുള്ള സാധനം. ഇതെല്ലാം സർവൈവൽ മോഡാണ്. ഒരാളിന്റെ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണ് ഈ ഫിയർ വന്നത് സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഈ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണ് ഈ പറയുന്ന ഫിയറും നാണക്കേടും എല്ലാം വന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഡിസ്കഷൻ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് സ്ത്രീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് പുരുഷൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ ഇനി കുറച്ചും കൂടി എളുപ്പമല്ലേ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് അവരെ. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ട് അവർ ഡിസ്റ്റൻസ് ഇടുന്നു. നമ്മൾ പിന്നെയും പോയി ചുരണ്ടും, എന്ത് പറ്റി. അപ്പൊ അത് വേണ്ട. ഓക്കെ, ആ മൂഡ് അവർ തന്നെ ഫിക്സ് ചെയ്തിട്ട് വരട്ടെ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അവയർനെസ് ആണല്ലോ എല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലേ? നമ്മളിതൊന്നും ഒരു സ്കൂളിലോ ഒരു കോളേജിലോ ഒന്നും പഠിപ്പിച്ചു തരുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ട്രിഗേഴ്സ്, ഈ സ്ത്രീക്ക് ട്രിഗർ ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതായത് സൈലൻസ്, അൺസർട്ടനിറ്റി, വിഡ്രോവൽ, ഇതെല്ലാമാണ് സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ട്രിഗർ ആയിട്ട് വരുന്നത്. പുരുഷന് ട്രിഗർ ആവുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് പ്രഷറൈസ് ചെയ്യുക, ക്രിറ്റിസൈസ്, ഈ രണ്ട് സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയല്ലേ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെ, അല്ലേ? അതായത് സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ട്രിഗർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ട്രിഗേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചും കൂടി നമുക്ക് എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ ബിഹേവ് ചെയ്യണോ എന്നൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ഫ്രം ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലേഖ.